ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നും +2 മാറ്റങ്ങൾ എന്തൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്തത് C++ എന്നുള്ള ഒരു ലാംഗ്വേജ് മാത്രമാണ്. അവിടെ നിന്ന് +2 എത്തുമ്പോൾ ഇതേ C++ അതുപോലെയുണ്ട്. അതിൻ്റെ പുറമെ HTML പഠിക്കാണ്ട്, SQL പഠിക്കാണ്ട്, ജാവാസ്ക്രിപ്റ്റ് പഠിക്കാണ്ട് 3 ലാംഗ്വേജ് കൂടിയും അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ അതിൻ്റേതായ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് തന്നെ എടുക്കണം അല്ലേ. ചുമ്മാ +1 ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലേ ഏറ്റവും എളുപ്പമാണ്. നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിക്കനുസരിച്ചായിരിക്കും അതിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പം നമ്മൾ വളരെ റിലാക്സ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കണം അല്ല, ഏതൊക്കെ ലെവലിൽ ഏതൊക്കെ റേഞ്ചിൽ പഠിക്കണം എന്നുള്ളത് ഒന്ന് സെറ്റാക്കി തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പുറമെയുള്ളത് ഈ +2 കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടിക്കൽ എന്നുള്ള ഒരു ഘടകം കൂടിയും നിങ്ങളിലേക്ക് വരികയാണ്. പ്രാക്ടിക്കലിന് +1 60+20 80 മാർക്കിൻ്റെ പോരാട്ടമാണെങ്കിൽ +2 വരുന്നത് 120 മാർക്കിൻ്റെ പോരാട്ടമാണ്. 60 മാർക്ക് നിങ്ങൾ മാർച്ച് 2027 എഴുതാൻ പോകുമ്പോഴും 20 മാർക്ക് C മാർക്കും അതിൻ്റെ പുറമെ 40 മാർക്ക് പ്രാക്ടിക്കലിനാണ്. ഈ 40 മാർക്കിന് വരണമെങ്കിൽ ഈ 4 ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചത് C++ മാത്രമാണ്. ബാക്കി 3 ലാംഗ്വേജ് ഇനി പഠിക്കാനുള്ളതാണ്. HTML ചാപ്റ്റർ നമ്പർ 4, 5 അതിലൊക്കെ നമുക്ക് പഠിക്കാം. HTML ചാപ്റ്റർ നമ്പർ 6 ജാവാസ്ക്രിപ്റ്റ് പഠിക്കാണ്ട്, SQL പഠിക്കാണ്ട് എല്ലാം നമുക്ക് വിത്ത് പ്രാക്ടിക്കൽ പഠിക്കണം. എങ്ങനെ സെറ്റാക്കണം അല്ലേ, തുടർന്ന് അതിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം സെറ്റാക്കിക്കൊണ്ട് എൻ്റെ ഒരു വെബിനാർ വരുന്നുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച നൈറ്റ് 7:30 അടിപൊളിയായിട്ട് പഠിക്കാം. എങ്ങനെ അതിൻ്റെ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാം എല്ലാവരും ഞാൻ അതിലേക്ക് ക്ഷണിക്കാം. ലിങ്ക് താഴെയുണ്ട്, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ, സെറ്റാക്കാം. അതിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാ കാര്യം എങ്ങനെ ഈ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫുൾ സ്കോർ അടിക്കാം.